ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കലൂർ കടവന്ത്ര റോഡിലുള്ള ഒരു കിഡിലൻ റെസ്റ്റോറന്റിലാണ്. ഇതിന്റെ പേരാണ് ദ ഹോട്ട് സ്പോട്ട് റെസ്റ്റോറന്റ് ആൻഡ് അറേബ്യൻ നൈറ്റ്സ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ 3 ഡിഫറെന്റ് ഡൈനിങ് സ്പേസസ് ആയിട്ടാണ് ഈ ഹോൾ റെസ്റ്റോറന്റ് വരുന്നത്. അപ്പൊ ആദ്യം തന്നെ കാണുന്നത് ഇവരുടെ ഹോട്ട് സ്പോട്ട് റെസ്റ്റോറന്റ് ആണ്. വളരെ നന്നായിട്ട് ലിറ്റ് ആയിട്ടുള്ള ഒരു ഫൈൻ ഡൈൻ ആംബിയൻസ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. റെസ്റ്റോറന്റ് പുറത്ത് തന്നെ ഇവർക്ക് ഇവരുടെ ഗ്രിൽസും മന്തീസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന നല്ലൊരു വെൽ മെയിൻറ്റൈൻഡ് നീറ്റ് ആൻഡ് ടൈഡി ഓപ്പൺ കിച്ചൺ കാണാം. പിന്നെ ഇവിടെ ഗ്രിൽ ചെയ്യാൻ പോകുന്ന നല്ല ഫ്രഷ് ഫിഷും പ്രോൺസ് ഒക്കെ ഇവിടെ ഐസിലിട്ടിരിക്കുന്നത് കാണാം. ഇദ്ദേഹമാണ് മിസ്റ്റർ അഷ്റഫ്, ഇവിടുത്തെ ജനറൽ മാനേജർ. ശരിക്കും ഇദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ ഫുഡ് ആൻഡ് ഹോസ്പിറ്റാലിറ്റിയിൽ ഒരുപാട് നോളജ് ഉള്ള ഒരു യങ് ബിസിനസ് ഓൺട്രപ്രണർ പോലെയാണ് ഫീൽ ചെയ്തത്. അങ്ങനെ ഇവിടേക്ക് കടന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളെ വരവേൽക്കുന്നത് ഈ ഒരു ടെംപ്റ്റിംഗ് പുഡിങ്സിന്റെ ഒരു കൗണ്ടറാണ്. ഇവിടെ മറ്റു പലയിടത്തും കാണാത്ത ഒരുപാട് ഫിർണി, കുനാഫ, കാരമൽ കസ്റ്റർഡ്, ക്യാരറ്റ് പുഡിംഗ്, ഗുലാബ് ജാമുൻ എന്നിവ പോലുള്ള ഒരുപാട് ഡെസേർട്സ് കാണാം. അപ്പോ ഈ കാണുന്നതാണ് ഇവരുടെ റോയൽ ലുക്കുള്ള ഓപ്പൺ ഡൈനിങ് ഏരിയ. ഇവിടെ തന്നെ ഹാഫ് ഓപ്പൺ പാർട്ടീഷൻസ് ആയിട്ട് ഫാമിലി ഡൈനിങ് സ്പേസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പിന്നെ ഇവരുടെ പാർക്കിംഗ് സ്പേസ് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇവർ ചെയ്തിട്ടുള്ളത്. രാത്രി കാലങ്ങളിൽ ഇവരുടെ ഈ സൈഡിൽ തന്നെ പല ഷോപ്സും ക്ലോസ് ചെയ്താൽ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത ഇവരുടെ റെസ്റ്റോറന്റ് സെക്ഷൻ ആണ് ഈ കഫേ ഖുറൈഷി. ഇതിന്റെ കൺസെപ്റ്റ് എന്തെന്ന് വെച്ചാൽ ഇത് ഒരു ഹൂക്ക അല്ലെങ്കിൽ ഷീഷ ലോഞ്ച് ആണ്. ആ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു മജ്ലിസ് സീറ്റിംഗ് ഡൈനിങ് സ്പേസ് ആണ്. അപ്പൊ ഇപ്പോഴത്തെ യങ്സ്റ്റർ ക്രൗഡ്സിനൊക്കെ വളരെ പരിചിതമായിട്ടുള്ള പല ഡിഫറെന്റ് ഫ്ലേവേഴ്സ് വലിച്ചു വിടുന്ന ഒരു രീതിയാണ് ഈ ഹൂക്ക അല്ലെങ്കിൽ ഷീഷ എന്ന് പറയുന്നത്. അങ്ങനത്തെവർക്ക് ഇവിടെ വന്ന് ഡൈൻ ചെയ്യാം. നല്ലൊരു റെട്രോ ലുക്കുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. ഇവിടുത്തെ രണ്ടാമത്തെ മജ്ലിസ് ഏരിയ ആണ് ഈ കാണുന്നത്. അപ്പൊ ടോട്ടലി 2 മജ്ലിസ് സീറ്റിംഗ് സ്പേസ് ആണ് വരുന്നത്. നല്ല കുഷ്യൻ സീറ്റ്സ് ആൻഡ് ഫ്ലോർ ബെഡ് പോലെ ചെയ്തിട്ടുള്ളവ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇനി കാണാൻ പോകുന്നതാണ് ഇവിടുത്തെ മോസ്റ്റ് അട്രാക്റ്റീവ് ഏരിയ എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അപ്പൊ ഇതാണ് ഇവരുടെ അറേബ്യൻ നൈറ്റ്സ്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ കാണുന്നത് തന്നെയാണ്. അതായത് ഇവിടെ ഒരു പ്രൈവറ്റ് ഡൈനിങ് സ്പേസ് ആണ്. അതും ടെന്റ് രൂപത്തിലാണ് ഇവിടെ പ്രൈവറ്റ് ഡൈനിങ് സ്പേസ് വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് റോയൽ ഒരു പലേഷ്യൽ ലുക്ക് തന്നെയാണ് ഇവിടെ കാണുമ്പോൾ. ഇതിൽ ചെറിയ ഗ്രൂപ്പ് ഓഫ് ഫാമിലീസിനുള്ള ടെന്റും ഉണ്ട്. പിന്നെ ഒരു ഹ്യൂജ് സ്പേസ് ഉള്ള ടെന്റ് ആണ് ഈ കാണുന്നത്. ഒരു ഹ്യൂജ് ഫാമിലി അല്ലെങ്കിൽ ഗ്രൂപ്പ് മീറ്റിംഗ് ഒക്കെ കൂടാവുന്ന രീതിയിലുള്ള വളരെ റോയൽ ലുക്കാണ് ഇതിന്റെ ഉള്ളിൽ. അതാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഈ പ്രൈവറ്റ് ഏരിയയിൽ ഇരുന്നിട്ട് തന്നെ കഴിക്കാം. എനിക്ക് ഈ ടെന്റ് സെറ്റപ്പ് വളരെ ഇഷ്ടമായി. ഇതിന്റെ ഉള്ളിൽ കാണാനും നല്ല രസമാണ്. എല്ലാ ടെന്റും എയർ കണ്ടീഷൻഡുമാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഇരുന്ന് ഇവരുടെ മെനു ഒക്കെ ഒന്ന് നോക്കാം. ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ ടേബിൾ മാറ്റ് നോട്ടീസ് ചെയ്തത്. ഇവർക്ക് ബംഗളൂരുവിലും ബ്രാഞ്ചസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എവിടെയാണ് സൗകര്യം എന്ന് വെച്ചാൽ അവിടെ പോയി ഡൈൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ കാണുന്നത് ഇവരുടെ ആഫ്റ്റർ ഫുഡ് ഐറ്റംസിന്റെ മെനു ആണ്. ഫലൂദാസ് ഉണ്ട്, പുഡിങ്സ് ഉണ്ട്, സ്പെഷ്യൽ സർബത്സ് ഉണ്ട്, ജ്യൂസസ് ഉണ്ട്, മൊഹിത്തോസ് ഉണ്ട്, ഫ്രൂട്ട് ഷേക്സ് ഉണ്ട്, ഐസ്ക്രീം ഷേക്സ് ഉണ്ട്, ഫ്രഷ് ജ്യൂസും ഉണ്ട്, പിന്നെ ഹോട്ട് ബേവറേജസും ഉണ്ട്. ഇനി നമുക്ക് ഇവരുടെ ഫുഡ് മെനു നോക്കാം. ഇതിൽ സ്റ്റാർട്ടേഴ്സ് വരുന്നുണ്ട്, സൂപ്സ് വരുന്നുണ്ട്, റോൾസ് വരുന്നുണ്ട്, സാലഡ്സ് വരുന്നുണ്ട്, മിഡിൽ ഈസ്റ്റേൺ ഫുഡ് വരുന്നുണ്ട്, അറബിക് പ്ലാറ്റേഴ്സ് വരുന്നുണ്ട്, ചൈനീസ് ഫുഡ് വരുന്നുണ്ട്, വോക്ക് ഐറ്റംസ് വരുന്നുണ്ട്, ഇന്ത്യൻ കറി, കേരള സ്പെഷ്യാലിറ്റി, തന്തൂർ ഐറ്റംസ്, ബ്രെഡ് ബാസ്കറ്റ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. അപ്പൊ ഇവര് തന്നെയാണ് കുറച്ച് ഐറ്റംസ് സജസ്റ്റ് ചെയ്തത്. അങ്ങനെ ആദ്യം വന്നത് ഇവരുടെ ബേവറേജസ് ആണ്. അതും ഇവരുടെ കോൾഡ് ബേവറേജസ്. എല്ലാം നല്ല കളർഫുൾ ഡ്രിങ്ക്സ് ആയിരുന്നു. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇവരുടെ മുംബൈ സർബത്ത്, അതിന്റെ ഗ്ലാസ് പോർഷൻ ആണ് ഈ കാണുന്നത്. ഈ റേറ്റ് ആണ് വരുന്നത്. ഇത് കൂടാതെ ജഗ്ഗിലും കിട്ടും, അതിന് വേറെ റേറ്റ് ആണ്. നമുക്ക് ഇതിന്റെ ഒരു സിപ്പ് എടുത്ത് നോക്കാം. ആഹാ, പിസ്ത ഫ്ലേവറിലുള്ള ഒരു കിഡിലൻ സർബത്താണ്. അതായത് നട്ട്സും പിസ്ത ഐസ്ക്രീമും കസ്കസൊക്കെ ഇട്ടിട്ടുള്ള ഒരു കിഡിലൻ സർബത്ത്. ഇത് കുടിച്ചുകൊണ്ടിരുന്നപ്പോ ഇവരുടെ 2 ബെസ്റ്റ് സെല്ലർ സ്റ്റാർട്ടേഴ്സ് ആണ് പിന്നെ വന്നത്. ഇനി നമുക്ക് ഇവരുടെ അടുത്ത ഡ്രിങ്ക്, അതായത് ഇവരുടെ മൊഹബത്ത് കെ സർബത്ത്. ഇതും ഗ്ലാസ്സിലാണ് നമ്മൾ വാങ്ങിച്ചത്. ഇതും ജഗ്ഗില് ഓപ്ഷൻ ഉണ്ട്. ഈ റേറ്റ് ആണ് വരുന്നത്. ആഹാ, നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. അതായത് ഇപ്പത്തെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള വാട്ടർമെലൺ സ്പെഷ്യൽ സർബത്താണ്. അതായത് വാട്ടർമെലൺ
വാട്ടർമെലനും റോസ് സിറപ്പൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ മസ്റ്റ് സംഭവം തന്നെയാണ്. പിന്നെ വന്നത് ഒരു റിച്ച് ലുക്കുള്ള ഒരു ടെംപ്റ്റിംഗ് കറിയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇനി ഇവരുടെ ബ്ലൂ ലഗൂൺ മൊഹിത്തോ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആഹാ, നല്ല ടിപ്പിക്കൽ ബ്ലൂ കുറോക്കാവോ മൊഹിത്തോ ആണ്. ഷുഗറും സിറപ്പൊക്കെ നല്ല വെൽ ബാലൻസ്. പിന്നെ വന്നത് ഈ ഒരു നാൻ പോലൊരു സംഭവമാണ്. അപ്പൊ നമുക്കിനി ഇവരുടെ സ്റ്റാർട്ടേഴ്സിൽ നിന്നും തുടങ്ങാം. ഇതാണ് ഇവരുടെ ബീഫ് ടിക്ക. അതിന്റെ ഹാഫ് പോർഷൻ ആണ് ഈ കാണുന്നത്. അതിന്റെ കൂടെ കുബൂസിന്റെ പീസസ് ഉണ്ട്, 2 ഡിപ്സ് ഉണ്ട്, മയണൈസും ഉണ്ട്, ഹുമൂസും ഉണ്ട്. നമുക്ക് ആദ്യം മയണൈസിൽ മുക്കി കഴിച്ചു നോക്കാം. വാവ്, അടിപൊളി ഗ്രിൽഡ് ബീഫ് ടിക്കയാണ്. ഇനി ഇതേ ഐറ്റം തന്നെ നമുക്ക് ഇവരുടെ ഹുമൂസിലൊന്ന് മുക്കി കഴിച്ചു നോക്കാം. കണ്ടിട്ട് ശരിക്കും ഗൾഫിലൊക്കെ കിട്ടുന്ന ക്വാളിറ്റി പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഉഗ്രൻ, നല്ല ഓത്തന്റിക് ഹുമൂസ് പോലെയാണ് ഫീൽ ചെയ്തത്. ഒരു കിഡിലൻ സ്റ്റാർട്ടറാണ്. അതിന്റെ കൂടെ തന്നെ അണിയന്റെ സാലഡും ഉണ്ട്. ബീഫ് ഫ്ലവേഴ്സ് എന്തായാലും മസ്റ്റ് ആയി ട്രൈ ചെയ്യേണ്ട സംഭവം തന്നെയാണ്. അടുത്തത് ഇതിന്റെ കൂടെ തന്നെ ഇവർ സജസ്റ്റ് ചെയ്ത ചിക്കൻ സ്റ്റാർട്ടറാണ്, ഗ്രിൽ ചിക്കൻ വിങ്സ്. അതിന്റെ ഹാഫ് പോർഷൻ ആണ് ഈ കാണുന്നത്. ഇതും നല്ല പെർഫെക്റ്റ്ലി ഗ്രിൽ ചിക്കൻ വിങ്സ് ആണ്. ശരിക്കും ആ ഗോൾഡൻ കളറൊക്കെ വരുന്ന രീതിയിൽ ഗ്രിൽ ചെയ്തെടുത്തത്. ഇതിന്റെ കൂടെയും കുബൂസിന്റെ പീസും ഗാർലിക് മേയും ഹുമൂസും വരുന്നുണ്ട്. പിന്നെ വന്നത് ഇവരുടെ ഒരു ബെസ്റ്റ് സെല്ലർ റൈസ് ഐറ്റം ആണ്. അപ്പൊ നമുക്കിനി ഇവരുടെ മട്ടൻ നിഹാരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. വളരെ റിച്ച് ലുക്കിംഗ് ഒരു നവാബി അല്ലെങ്കിൽ മുഗളായി ഡിഷാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പൊ അതിന് ഒരു കോമ്പിനേഷൻ ആയിട്ട് തന്നത് ഇവരുടെ കറാച്ചി നാനാണ്. ഒരു വലിയ കറാച്ചി നാൻ 3 പീസസ് ആയിട്ട് ഈ ഒരു റേറ്റിനാണ് തരുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇവരുടെ മട്ടന്റെ ക്വാളിറ്റി ഒന്ന് നോക്കാം. എന്തൊരു സോഫ്റ്റ് പീസാണെന്ന് നോക്കിയേ, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം. അതങ്ങോട്ട് കയ്യിലേക്ക് ഊർന്നു വരുന്നുണ്ടായിരുന്നു. നമുക്ക് ആ കറിയും പീസും ഞാനും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. ആഹാ, ഒരു രക്ഷയില്ലാത്ത നല്ല മസ്റ്റ്രൈ മട്ടൺ ഡിഷ് തന്നെയാണ്. ഇനി നമുക്ക് ഇവരുടെ ആ ടെംപ്റ്റിംഗ് റൈസ് ഡിഷിലേക്ക് ഒന്ന് പോകാം. ഇതാണ് ഷാഹി ദം മട്ടൺ മന്തി. ഹാഫ് പോർഷൻ ആണ് ഈ കാണുന്നത്. ഈ ഒരു റേറ്റ് വരുന്നുണ്ട്. ഇതിന്റെ കൂടെ ഒരു മയണൈസും ഒരു അച്ചാറും പിന്നെ ഒരു ചമ്മന്തി പോലത്തെ ഒരു ഐറ്റം വരുന്നുണ്ട്. സാൽസ ഡിപ്പ് കാണുന്നില്ല. ആദ്യം കണ്ടപ്പോൾ ശരിക്കും ഒരു മട്ടൺ ബിരിയാണി പോലെയാണ് ഫീൽ ചെയ്തത്. കാരണം സാധാരണഗതിയിൽ മന്തി ഇത്ര വെറ്റാകാറില്ല, ഒരു ഡ്രൈ രൂപത്തിലായിരിക്കും. പക്ഷെ ഇത് മസാലയും എല്ലാം കൂടി നല്ലൊരു വെറ്റ് മന്തിയാണ്. ശരിക്കും ടെംപ്റ്റിംഗ് ആയി തോന്നി. ഇത് സെർവ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു ഫ്രേഗ്രന്റ് അരോമ കിട്ടുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്താൽ ശരിയാവൂല. എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് തന്നെ കാര്യം. അപ്പൊ എന്തായാലും കുറച്ച് മയണൈസ് എടുത്തു. പിന്നെ ഈ ഒരു ചമ്മന്തിയാണ് എടുത്തത്. അച്ചാറ് നാരങ്ങ അച്ചാറായ കാരണം എനിക്ക് അത്ര ഇഷ്ടമില്ല. അപ്പൊ ഈ ചമ്മന്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു സ്വീറ്റ് ആൻഡ് സ്പൈസി ചമ്മന്തി പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇനി നമുക്ക് ആ മട്ടൺ ഒന്ന് ഈ എല്ലിൽ നിന്നൊന്ന് ഊരി. എന്തൊരു സോഫ്റ്റ് മട്ടൺ. ഇനി നമുക്ക് ആ മട്ടനും ആ മന്തി റൈസും അതേപോലെ കുറച്ച് ഇവരുടെ സ്വീറ്റ് ആൻഡ് സ്പൈസി ചമ്മന്തിയും മയണൈസും ഒക്കെ കൂട്ടി ഒരു പിടിപിടിച്ച് നോക്കാം മക്കളെ. ഒരു രക്ഷയില്ല. കിഡിലൻ സ്ലോ കുക്ക്ഡ് മട്ടൺ മന്തിയാണ്. അതും ഒരു ഇൻഡോ അറബിക് ഫ്യൂഷനിലുള്ള മന്തി. ഇത് ഒറ്റയിരിപ്പിന് ഞാൻ തന്നെ തീർത്തു. കണ്ടില്ല എല്ല് കിടക്കണ കിടപ്പ്. അങ്ങനെ ഒരു ഗംഭീര ഫുഡ് എക്സ്പീരിയൻസിന് ശേഷം ദേ വരുന്നു ഇവരുടെ കിഡിലൻ കുനാഫ. ഈ റേറ്റ് ആണ് വരുന്നത്. ഇവര് തന്നെ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇവരുടെ കുനാഫയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. യമ്മി. ശരിക്കും നല്ല ഹൈ ക്വാളിറ്റി ഡയറി ചീസും അതേപോലെ നല്ല ക്രിസ്പി കുനാഫ ഡോവും ക്രഷ്ഡ് പിസ്ത നട്ട്സ് ഒക്കെ ഉള്ള ഒരു കിഡിലൻ കുനാഫയാണ്. കുനാഫ ലവേഴ്സ് മസ്റ്റ് ആയി ട്രൈ ചെയ്യേണ്ട സംഭവം. അപ്പൊ ഇന്നത്തെ ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ് ഫ്രണ്ട്സ്. ശരിക്കും മറക്കാൻ പറ്റാത്തൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഇത്രയും നല്ല റോയൽ ലുക്കുള്ള ഒരു ആംബിയൻസിൽ അതിലും ഗംഭീരമായ ഫുഡ് ഇപ്പൊ അടുത്തൊന്നും കഴിച്ചിട്ടില്ല. എനിക്ക് മിസ്റ്റർ അഷ്റഫിന്റെ ഈ ഒരു കൺസെപ്റ്റ് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു ഇന്നോവേറ്റീവ് ഐഡിയ തന്നെയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ് ഓർ ഫാമിലി ആയിട്ട് ഇവിടെ വന്ന് ഡൈൻ ചെയ്ത എക്സ്പീരിയൻസിന്റെ ഫീഡ്ബാക്ക് ഇതിന്റെ താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആംബിയൻസ് സെലക്ട് ചെയ്ത് ഡൈൻ ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.